പുനലൂർ ICDS ഓഫീസിൻ്റെ കീഴിൽ വിവിധ അംഗൻവാടികളിലേക്ക് ഹെൽപ്പർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻ്റർവ്യൂ പ്രഹസനമാണെന്ന ആരോപണം. പാർട്ടി ഓഫീസുകൾ വഴി നൽകിയിട്ടുള്ള ലിസ്റ്റുകളിൽ മേൽനിയമനം നടത്തുന്നതിന് നിയമവിരുദ്ധമായി നടപടികൾ സ്വീകരിച്ചതായി UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ് ആരോപിക്കുന്നു. പുനലൂർ ICDS ഓഫീസിന് കീഴിൽ അംഗനവാടി ഹെൽപ്പർമാരുടെ നിയമനം സംബന്ധിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതിന് നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. പുനലൂർ നഗരസഭയിൽ നിന്നും 30/11/2022 കൗൺസിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ചില നേതാക്കന്മാരെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് നിശ്ചയിച്ചതിനെ തുടർന്ന് ആ ഇൻ്റർവ്യൂ ബോർഡാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും പാർട്ടി ഓഫീസുകളിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് മാത്രമാണ് ഈ കാര്യങ്ങളിൽ നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ ബോർഡിന് തീരുമാനമെടുക്കുന്ന അവസരങ്ങളിൽ പോലും 5 ഇടതുപക്ഷ നേതാക്കന്മാരുടെ പേര് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അതിൽ നിർദ്ദേശമായി പറഞ്ഞത് രാഷ്ട്രീയമില്ലാത്ത ആരെങ്കിലും 2-3 പേരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിനവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് തീരുമാനവും എടുക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് 5 പേരെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് നിശ്ചയിച്ചത്. അവരുടെ പാർട്ടികളിൽപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും പാർട്ടികളിൽപ്പെട്ട പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ തന്നെ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിനെ തുടർന്ന് ഇപ്പൊ 82 പേരുടെയോ മറ്റോ ആണ് ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത്. അതിൽ 12 പേർക്ക് നിയമനം ലഭിക്കുമ്പോൾ 70ഓളം പേർ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അർഹരായിട്ടുള്ള യോഗ്യതയുള്ള 70ഓളം പേർ മാർക്സിസ്റ്റ് പാർട്ടിയിലും CPIയിലും അംഗങ്ങളല്ല, അവരുടെ ശുപാർശയില്ല എന്നുള്ളതിന്റെ പേരിൽ ജോലി കിട്ടാതെ പോകുന്നു എന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നിയമനങ്ങൾ സുതാര്യമായി ചെയ്തില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ICDS ഓഫീസർ അടക്കമുള്ള ആളുകൾ, ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾ, അവരെല്ലാം ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളിൽ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ആളുകളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താവൂ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നഗരസഭാ പരിധിയിലെ വിവിധ അംഗൻവാടികളിൽ ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ നടന്നത്. 12ഓളം ഒഴിവുകളിലേക്കായി 80ലധികം അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻ്റർവ്യൂ നടത്തുന്നതിനു വേണ്ടി നഗരസഭ ഇൻ്റർവ്യൂ ബോർഡിനെ നിശ്ചയിച്ചപ്പോൾ നിഷ്പക്ഷരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തണമെന്ന് UDF ആവശ്യപ്പെട്ടിരുന്നതായും ജയപ്രകാശ് പറയുന്നുണ്ട്. SSLC വിജയിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് തസ്തികയിലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത്. വർക്കർ തസ്തികയിലേക്ക് 600ഓളം അപേക്ഷകരാണ് നിലവിലുള്ളത്. ഇവിടെ ഇൻ്റർവ്യൂ നടത്താത്തത് ദുരുദ്ദേശപരമാണെന്നും ജയപ്രകാശ് ആരോപിക്കുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.